സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ മൈൻക്രാഫ്റ്റ് വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട് വന്നിരിക്കുന്നത് അത് മറ്റാരുടെയും കൂടെയല്ല, നമ്മുടെ പ്രിയകരനായ വോയിഡിന്റെ കൂടാണ്. ഓക്കെ, എവിടെ വോയിഡ് വരെ? ഓക്കെ, കമോൺ വോയിഡ്. വോയിഡിന്റെ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അപ്പം ഞാനും കൂടെ ചേർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടാണ് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. കുറെ എപ്പിസോഡ്സ് കാണും, ഡെയിലി മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം. ഓക്കെ, ഇതിപ്പോ നമ്മള് കുറെ ലാഗ് അടിപ്പിച്ചിട്ടാണ് ഒരു വീഡിയോ വരുന്നത്. ഇപ്പം ഒരുപാട് ദിവസമായി നമുക്ക് മഗധ സീസൺ 2 എൻഡിങ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, എന്തായാലും ഈ സീരീസ് ആയിട്ടും കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടുകൂടെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോയി. പിന്നല്ല തുടങ്ങിയ നമ്മളിത് പൊളിക്കുന്നു. അതെ അതെ, പൊളിച്ചെടുക്കാം, ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന പിന്നല്ല. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇനി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി, അപ്പൊ ആദ്യം തന്നെ ഇങ്ങോട്ട് വരിക. ഇതിനകത്ത് നമ്മള് ഞാൻ കുറെ അയൺ മൈൻ ചെയ്ത് എടുക്കുക. ആർമറും ടൂൾസും സെറ്റ് ആക്കിയോ. ഒരു സോഡ്, ഒരു പിക്കാക്സ്, പിന്നെ ബാക്കി ഫുൾ ആർമർ. ഷീൽഡ് യൂസ് ചെയ്തെങ്കിൽ ഒരു ഷീൽഡ് ആക്കിക്കോ. അതല്ലെങ്കിൽ ബാക്കി ഐറ്റംസ് എടുത്ത് നേരെ കോപ്പർ എടുക്കുക, ടൂൾസ് ആക്കുക. ഇപ്പൊ നമുക്ക് കോപ്പർ ആണ് ടൂൾസിന് വേണ്ടി ബെസ്റ്റ്. ഇപ്പുറത്തെ വുഡും ഉണ്ട്, സ്റ്റിക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഒരു 2 ആക്സ് ആക്കി വെക്കാം, കാരണം നമുക്ക് കുറച്ച് വുഡ് മൈൻ ചെയ്യണ്ടേ. ഒരു വാട്ടർ ബക്കറ്റ്, അങ്ങനെ ഫുൾ ആർമർ ഷീൽഡും വേണം. ബക്കറ്റ് ഒന്നെന്തെങ്കിലും ഉണ്ട്, ഒരെണ്ണം എടുത്തോ. ഒരു ബക്കറ്റ് ആക്കിയോ, വാട്ടർ ബക്കറ്റ് ആക്കിയോ. കോപ്പർ വെച്ചിട്ടുണ്ട്. ടൂൾസ് വേറെ വേണമെങ്കിൽ അത് ആക്കിയോ. സോഡും ഒരു പിക്കാക്സും അയൺ ആക്കിക്കോ കേട്ടോ. തൊട്ടടുത്ത വില്ലേജ്. ഇവിടെ നമുക്ക് നേരെ വെള്ളത്തിൽ കൊണ്ടുവരാനുള്ളൂ. എവിടെ പോയി നിങ്ങൾ? നിങ്ങൾ കുഴി പോയോ? ഞാൻ ബോട്ട് പ്ലേസ് ചെയ്തു, അത് പൊട്ടിച്ചെടുത്തോണ്ടോ വരാൻ പറ്റത്തില്ല, കാരണം കീബോർഡ് മോശം ആയണ്ടേ. ഞാൻ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി നോക്കണം. ഇവിടെ ഇഷ്ടം പോലെ കേവ് ഉണ്ട് കേട്ടോ. ഇവിടൊക്കെ ഷുഗർ ഉണ്ടായിരുന്നില്ല, എടുത്തോണ്ട് പോകുന്നില്ലായിരുന്നു. ഞാൻ അപ്പുറത്തുനിന്ന് എടുത്തു. അപ്പുറത്തെ ഐലൻഡിലുള്ള കുറെ ഷുഗർ, അതെല്ലാം അവിടെ ഫാം ആക്കി. ഇവിടെ ഒന്നും കണ്ടപ്പോ ഷുഗർ കണ്ടില്ല സത്യം പറയാം. ഞാൻ ഇവിടെ ബുക്ക് ഷെൽഫും മറ്റേ ഇതൊക്കെ ഉണ്ട്. ഞാൻ കേറത്ത വില്ലേജ് ആണോ? അല്ല, ഇതല്ല ഞാൻ വന്നത്. അല്ലേ, കണ്ടിട്ട് അത് തന്നെ ഞാൻ തോന്നുന്നു. വേറെ ചെസ്റ്റിലൊന്നും ഇല്ലെങ്കിൽ ഇത് തന്നെ. ഞാൻ 2 ബെഡ് പോലല്ലോ. എത്ര ബെഡ് വേണം? 4 ബെഡ് വേണ്ടേ? 4 ബെഡ്, 4 ബെഡായിരുന്നു. അല്ല, ഇത് നിങ്ങൾ വന്ന ഇതാണ്ട് ഇവിടെ ഫാം ലാൻഡ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ബുക്ക് ഷെൽഫ് എടുത്തിട്ടുണ്ട്. ഒരു അതിനകത്ത് ബ്രീഡറിനകത്ത് വെക്കുമ്പോ ഉണ്ടല്ലോ, ഒരുത്തനെ ഫാർമർ ആയിട്ടും ഒരുത്തനെ മറ്റേ ഇതായിട്ട് ഫോർച്യൂണായിട്ടും. ഫോർച്യൂണോ സിൽട്ടച്ചോ ഇതിലേതിലും ഒന്ന്. ടൈം എടുക്കും. ട്രേഡില്ല, അതൊക്കെ ഞാൻ ഒരുത്തനെ ഞാൻ തൂക്കിട്ടുണ്ട് ഇവിടെ കേട്ടോ. വില്ലേജറിനെ എടുത്താ ഇവിടെ ക്യാരറ്റ്. എടുത്തെടുത്ത് ബോട്ട് വെച്ച് അടുത്തന്നെ തൂക്കും. ഞാൻ ഇവിടെ ക്യാരറ്റ്, അല്ലെ ക്യാരറ്റും പോട്ടെ, മറ്റേ പൊട്ടറ്റോ എടുത്തോണ്ടിരിക്കുക. എവിടെ ഞാൻ മറ്റേ ജാവയിൽ കളിച്ചിട്ട് ഇതിപ്പം ഞാൻ മറ്റേ സ്വീപ്പിംഗ് എഡ്ജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ 1 ക്ലിക്ക് വെച്ചിട്ട്. സൂപ്പർ. ഇവിടുന്ന് കേറിയാലും കുറച്ച് പണിയാന്നേ. ഇവിടെ മറ്റേ ഇല്ല നേരെ വന്ന വെള്ളത്തിൽ പാത്ത് ബ്ലോക്ക് ഉള്ളോണ്ടേ. ഞാൻ ലീഡ് ചെയ്യാം. ലിസ്റ്റ് പിടിക്കാം. അപ്പൊ അപ്പുറത്തെ എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ അടുത്ത് അപ്പുറത്തെ വെള്ളത്തിലിട്ടു. ഈ ബോട്ടൊക്കെ ഉപയോഗിക്കുമ്പം കീബോർഡ് തന്നെ നൈസ് കേട്ടോ, കറക്റ്റ് ലെവൽ കിട്ടും. ഇത് എനിക്ക് പണി കേട്ടോ. ഞാൻ മറ്റേ ജോയ്സ്റ്റിക്കാ വെച്ചേക്കുന്നത് ബോട്ട് ഓടിക്കാൻ. ചില സമയത്ത് കറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചത് കൺട്രോൾ എടുക്കാൻ ഭയങ്കര പാടാത്. അധികം അങ്ങോട്ട് കരക്കി നിർത്തണ്ട കേട്ടാ. സോംബി ഒന്നും പഠിച്ചില്ല. ഇവിടെ നമുക്ക് ഇവിടെ അല്ല പണിയുണ്ട്. ഇവിടെ ഇങ്ങോട്ടുണ്ടോ? അങ്ങോട്ടല്ല, ഇങ്ങോട്ടാണ്. ഇവിടെയാണ്. അല്ല, ഇവിടെയാ ബിൽഡ് ചെയ്യുന്നത്. ഇവിടെ സെറ്റാക്കി. ഇവിടെ കുറച്ച് ടെറാഫോം ചെയ്തിട്ട് ഇവിടെ സെറ്റാക്കാം. കാരണം നമുക്ക് ആ സ്പോണില് അയൺ ഫാം സെറ്റാക്കാനായിട്ടാ. അതാകുമ്പോ സ്പോണിൽ ഫുൾ ടൈം വർക്കായി നിൽക്കുമല്ലോ. അപ്പൊ അതിൽ നിന്നൊരു 100 ബ്ലോക്ക് അല്ലേ ഡിസ്റ്റൻസ്? 150 പ്ലസ് വേണം. 200 അടുപ്പിച്ച് വേണം തോന്നുന്നു. അങ്ങനെയെങ്കിൽ അത് ഇച്ചിരി അങ്ങോട്ട് നീക്കണം. നമുക്ക് ഇവിടെ ലോഡായി നിക്കണം. നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കുറെ അത് നമുക്ക് ഈ സൈഡിലോട്ട് സെറ്റ് ചെയ്താൽ ഇവിടെ നൈസ് ഒരു പ്ലെയിൻസ് പോലെ ഉണ്ടല്ലോ. അതിന് അവിടെ തന്നെ സെറ്റ് ചെയ്യണ്ട. അവിടെ ആകുമ്പോ തന്നെ ഏകദേശം ഒരു ഇപ്പത്തെ കണക്കില് 100-110 ബ്ലോക്കായി. ഇവിടെ നിങ്ങൾ നിൽക്കുന്ന ഏകദേശം 150 ബ്ലോക്ക് വരും. 52, 65, 29.
ഏകദേശം ഒരു 160 ഈ ഈ ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ഏകദേശം ഒരു 180 ബ്ലോക്ക് അല്ല, ബിസിനസ് ഈ ടോപ്പിലത്തെ ഫ്ലോർ കളഞ്ഞിട്ട് നമുക്ക് 65 വൈ ലെവല് പിടിക്കാം. അതാകുമ്പോ ഇത്ര വലിയൊരു ഏരിയ കിട്ടും. 65 വൈ ലെവല്. എന്നാ സെറ്റ്, എന്നാ ഇവിടെ തന്നെ അങ്ങ് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ തുടങ്ങാം. പക്ഷെ അവലെടുക്കുക പടയ്ക്കുക. ചെറിയൊരു പിങ്ങിഷ് ഉണ്ട് കേട്ടോ. ഉണ്ടോ? അത് മറ്റൊരാളുടെ വേൾഡ് കളിക്കുമ്പോ നെറ്റിന്റെ ആയിരിക്കും. വരുമ്പോ വലിയ പ്രശ്നമല്ലോ, ചെറിയ ഡിലേ അല്ലേ ഉണ്ടാവുള്ളൂ. ചെറിയ രീതിയിൽ. ഇനി ആ കോപ്പർ കോളത്തിനെ പറ്റി ഒന്ന് കുറച്ച് പഠിക്കണം, ആ സ്റ്റോറേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ആ ചെറിയൊരു പിന്നുണ്ട്, ചെറുതായിട്ട് അവിടേക്ക് ഇടയ്ക്കൊരു പിടുത്തമുണ്ട്. ഗ്ലാസ് എത്തിക്കണ്ടേ? ഇനി അടുത്ത നമ്മള് നൈറ്റ് വൈബ് തന്നെ കേട്ടോ. ഞാൻ നൈറ്റ് ഇതിനകത്ത് ആദ്യമായിട്ട് എങ്ങനെ നിൽക്കുന്നു ഇത്ര നേരം. ഈ പന്നിയാണ് നിങ്ങളുടെ പന്നി? അതൊന്നും ചോദിച്ചാ അതാ നമ്മുടെ ബേസിനടുത്തുണ്ട്, ബേസിലുണ്ട്. അതാ ബേസിലെ ക്രോ ഫാമിന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് നിൽപ്പുണ്ടാവും. ആ ബെഡ് പൊട്ടിച്ച് കയ്യിലെടുത്തോ കേട്ടോ, സ്പേസ് ഉണ്ടെങ്കിൽ. എന്റെ സ്പേസ് ഇല്ല, എന്റെ ഫുള്ളാ. ഇത് എടുക്ക് ഇതും പൊട്ടിച്ചെടുക്ക്. ഞാൻ പോട്ടെ. ഞാൻ പോയോ എന്റെ കഴിഞ്ഞു മൈനിങ് കഴിഞ്ഞു. 3.5 സ്റ്റാക്കായി. അവിടെ വന്ന ഫുള്ള് മഞ്ചെടുത്തു. നിങ്ങളുടെ വീഡിയോയിലും കണ്ട് കഴിഞ്ഞ ദിവസം ഒരു പിങ്ക് ഷീപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ വേണ്ട, അത് നിൽക്കുന്നു. വേണ്ട ഇരിക്കുന്നു. നിങ്ങൾ കളർ അടിച്ചോളൂ ഇപ്പൊ, സത്യപ്ര. അങ്ങനെ ആൾറെഡി ഞാന് മറ്റേ ഇത് സെറ്റ് ചെയ്തോണ്ടിരിക്കും. എന്റെ അവനെ ലിഷ്യ ഒരു മറ്റേ ഒരു ഇതുണ്ടാക്കുവോ നമ്മുടെ മറ്റേ ഫെൻസ്. എന്റെ അമ്മോ, ഇവൻ തിരിച്ചു വന്നു. സീഡ്, അപ്പൊ ഈ സീഡ് സെറ്റ് ആട്ടോ. ഒന്നെങ്കിൽ ഇവർ വീണ്ടും റീസ്പോൺ ആയതാ. അങ്ങനെങ്കിൽ ഇതിൽ മറ്റേ അത്ര റയർ അല്ലേ ഇത്? റയറായിരിക്കും. നിങ്ങളവിടെ പോയി നിങ്ങൾ കത്തിപ്പോയ? അല്ല, ഞാൻ ഇവിടെ ഇതൊന്നും സെറ്റ് ചെയ്യാം. ഞാൻ എന്റെ എന്താ പറയുക, ഇത് വീഡിയോയുടെ മറ്റേ ഡിസ്പ്ലേ ഗ്രാഫിക്സ് അത് തന്നെ. ഓക്കെ, അവനെ അവിടെ ഇട്ട്. സാധനം എവിടെ? സാധനം കൊണ്ടുവന്നോ? എന്ത് ലാബ് എടുക്കാൻ പോകുന്നില്ല. ഞാൻ തീക്കകത്ത് കയറിയില്ലായിരുന്നു, അന്നേരം നൈറ്റ് പോയത്. അപ്പൊ നമ്മളിപ്പം ഞാനാണ് ഈ വില്ലേജ് ഓപ്പറേറ്റർ പണിയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പണിഞ്ഞിട്ട് വരാം. ക്യാമറമാൻ വോയിഡ്. ഓക്കെ വിശ്വസിച്ച്. സോ അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി ബ്രീഡർ സെറ്റ് ചെയ്യായിരുന്നു. ബ്രീഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതാണ്ട് ഒരു വില്ലേജർ ബ്രീഡായി വന്നിട്ടുണ്ട്. ആൻഡ് ഇനി ഇരുന്നിട്ടുള്ള പരിപാടി എന്ന് വെച്ചാല് നമുക്ക് ഇനിയിപ്പോ ഒരു ബേസ് സെറ്റ് ചെയ്യണം. ഓൺ ദ വേ ആണ്. അതിന് അടുത്തൊരു എപ്പിസോഡുമായിട്ട് ബേസ് സെറ്റ് ചെയ്ത് വരാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ ബൈ. പിന്നെ വേൾഡിന്റെ ചാനൽ വീഡിയോയും ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ പിന്നെ ബൈ.